എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ മിണ്ടാത്തതിന്നെന്തേ നാണം വന്നിട്ടോ എല്ലാരും പേശുമ്പോൾ ഉള്ളം നൊന്തിട്ടോ. എല്ലാവരും വിചാരിക്കുന്നുണ്ടായി ഇന്ന് എന്താ ഒരു പാട്ടിലൂടെ തുടങ്ങിയെന്നല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് പൂരമാണ്. ഞാൻ പൂവൊന്നിട്ടിട്ടില്ല, കാമന ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പൂരത്തിനുണ്ടാക്കുന്ന അട എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ പൂരം എന്നത് എല്ലാവർക്കും അറിയണമെന്നില്ല. വടക്കൻ കേരളത്തിൽ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ആഘോഷമാണ്. കാമദേവനെ മണ്ണിൻ്റെയും ചാണകത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ഉണ്ടാക്കി പൂക്കൾ കൊണ്ട് പൂജിച്ച് അങ്ങനെയൊക്കെയാണ് പൂരത്തിൻ്റെ ദിവസം നമ്മൾ ചെയ്യുന്നത്. 7 ദിവസമാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ പൂരം ആഘോഷിക്കുന്നത്. മീനമാസത്തിലെ മകയിരം തൊട്ട് പൂരം വരെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ പൂരം ആഘോഷിക്കുന്നത്. ചില നാടുകളിൽ 9 ദിവസത്തെ ആഘോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പൂവിട്ടിട്ടില്ലെങ്കിലും കാമന ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒക്കെ അതിലും എനിക്ക് വലുത് ഈ ഒരു അട ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മനോട് എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പറയുന്ന ഒരു കാര്യം ഈ അടയാണ്. അപ്പോൾ അട ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കും. ഒരു 2 ദിവസം ഈ അട പുറത്ത് വെച്ച് കഴിഞ്ഞാലും ഒന്നും ആവില്ല. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുമ്പോൾ ആവി കയറ്റിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് കൂടി വരികയുള്ളൂ, കുറയില്ല ഒരിക്കലും. ഈ അടയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇലയുടെ പ്രത്യേകത തന്നെ ഉപ്പില എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഉപ്പിലയുടെ ഇലയിലാണ് നമ്മൾ ഈ അട പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇലയിൽ പരത്തിയെടുക്കുകയല്ല ചെയ്യുന്നത്, അരിമാവിനെ കൊണ്ട് മൂശ പിടിച്ചിട്ട് നമ്മളിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുഴിയുള്ള ഒരു രൂപത്തിലാക്കുന്നതിന് മൂശ പിടിക്കുക എന്നാണ് പറയുക. അങ്ങനെ മൂശ പിടിച്ച് അതിൽ പണ്ടം നിറച്ച് ഇലയിൽ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് മോളും കൂടി വന്നിട്ടുണ്ട്. കുഞ്ഞു 2-3 അടകൾ അവളും ഉണ്ടാക്കിയിട്ടുണ്ട്. 1 കിലോ നൂലപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഒരു 3/4 കിലോ വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഒരു 3-4 തേങ്ങ, അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 10-50ഓളം അടകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പൂരത്തിൻ്റെ അട പുഴുങ്ങുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു വലിയൊരു ചെമ്പ് പാത്രം അല്ലെങ്കിൽ അലൂമിനിയം പാത്രം എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൽ ചിരട്ട കമിഴ്ത്തി വെച്ച് അട പോകാത്ത വിധത്തിൽ ചിരട്ട ഇങ്ങനെ കമിഴ്ത്തി വെക്കണം. നമ്മൾ കുറേ സമയം അടുപ്പിൽ വെച്ച് ഇങ്ങനെ ആവി കയറ്റി എടുക്കേണ്ടതാണ്. അപ്പോൾ അടയെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ല കത്തുന്ന അടുപ്പിലോട്ട് ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ ഉറപ്പായിട്ടും നമ്മൾ ഇത് വേവിച്ചിരിക്കണം. ഒന്നാമത് ഇതിൽ കുറേ അട ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ എല്ലാം കൂടി വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ കുറേ സമയം അത് വെച്ചേ മതിയാകൂ. ഏകദേശം 2 മണിക്കൂറായപ്പോൾ തന്നെ എല്ലാവർക്കും തിരക്കായി ഇത് വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു തത്രപ്പാടാണ് ഈ കാണുന്നത്. അട നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷു വരെയാണ് നമുക്ക് ഈ പൂരത്തിൻ്റെ അട ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉപ്പിലയ്ക്ക് പകരം നമ്മുടെ കറുപ്പയുടെ ഇലയായാലും മതി, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.